ശരീരഭാരം കൂടുമ്പോൾ മാത്രമാണ് ആരോഗ്യം വഷളായി തുടങ്ങുന്നത് എന്ന് ചിന്തിക്കുന്ന ഒരാളാണോ നിങ്ങൾ? എത്ര കഴിച്ചിട്ടും ശരീരഭാരം വർദ്ധിപ്പിക്കാൻ കഴിയുന്നില്ല എന്നൊരു പരിഭവമുള്ള ഒരാളാണോ നിങ്ങൾ? ശരീരം മെലിഞ്ഞാണ് ഇരിക്കുന്നത്, പക്ഷേ പ്രമേഹം, രക്തസമ്മർദ്ദം, ഹൃദ്രോഗം, ഫാറ്റി ലിവർ തുടങ്ങിയിട്ടുള്ള പല രോഗങ്ങൾ മൂലം ബുദ്ധിമുട്ടുന്ന ഒരാളാണോ നിങ്ങൾ? നല്ലവണ്ണം നടക്കാൻ പോകുന്നുണ്ട്, പക്ഷേ എത്ര നടന്നിട്ടും എൻ്റെ വയറങ്ങോട്ട് കുറയുന്നില്ല, എപ്പോഴും ഒരു ഉണ്ണിക്കുടവയർ ബാക്കിയാവും എന്ന് പരിഭവമുള്ള ഒരാളാണോ നിങ്ങൾ? ശരീരത്തിന് അമിത വണ്ണമൊന്നുമില്ല, പക്ഷേ മെലിഞ്ഞിരുന്നിട്ട് പോലും പലപ്പോഴും ഒരു ക്ഷീണവും തളർച്ചയും ആകെപ്പാടൊരു ഉത്സാഹക്കുറവും തോന്നുന്ന ഒരാളാണോ നിങ്ങൾ? മെലിഞ്ഞ കൊഴുപ്പന്മാർ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കേൾക്കാൻ സാധ്യതയില്ല, കാരണം അങ്ങനെ ഒരു വാക്കില്ല. ഈ വാക്ക് ഞാൻ ഉണ്ടാക്കിയതാണ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന സ്കിന്നി ഫാറ്റ് എന്ന കാറ്റഗറിയിൽപ്പെട്ട ആൾക്കാരും അവരുടെ സ്കിന്നി ഫാറ്റ് കണ്ടീഷൻ എന്തുകൊണ്ടുണ്ടായി, അതിനെ എങ്ങനെ പരിഹരിക്കാം എന്നുള്ളതാണ്. പഠനങ്ങൾ പറയുന്നത് സ്കിന്നി ഫാറ്റ് കാറ്റഗറിയിൽപ്പെട്ട ആൾക്കാർ മറ്റ് വിഭാഗത്തിൽ എന്ന പോലെ തന്നെ പ്രീ ഡയബറ്റീസ്, ഇൻസുലിൻ റെസിസ്റ്റൻസ്, ഡയബറ്റീസ്, ഫാറ്റി ലിവർ, അതുപോലെ തന്നെ ഹൈപ്പർ ടെൻഷൻ തുടങ്ങിയിട്ടുള്ള നിരവധി ജീവിതശൈലി രോഗങ്ങൾക്ക് തുല്യമായ റിസ്കിലുള്ള ആൾക്കാരാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ സ്കിന്നി ഫാറ്റ് കണ്ടീഷൻ ഉണ്ടാകുന്നത്, അതിൻ്റെ പുറകിലുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയാണ്, അതിനെ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ശാസ്ത്രീയമായ രീതിയിൽ നമുക്ക് എങ്ങനെ പരിഹരിച്ച് അവരുടെ ശരീരഘടന മെച്ചപ്പെടുത്തി എങ്ങനെ പൂർണ്ണ ആരോഗ്യത്തിലോട്ട് പോകാം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്താണ് ഈ മെലിഞ്ഞ കൊഴുപ്പന്മാർ, മേക്കോ അല്ലെങ്കിൽ ഈ സ്കിന്നി ഫാറ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ ശരീരത്തിൻ്റെ ഘടനയെ അടിസ്ഥാനമാക്കിയാണ് ഒരാൾ സ്കിന്നി ഫാറ്റാണോ അല്ലേ എന്ന് തീരുമാനിക്കുന്നത്. നല്ല ആരോഗ്യം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് അയാളുടെ ശരീരത്തിൽ പേശികൾക്കും കൊഴുപ്പിനും ഒരു ഹെൽത്തി ആയിട്ടുള്ള പ്രപ്പോർഷനുണ്ട്. ഞാൻ ഇവിടെ പേശികൾ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ശരീരത്തിലെ സ്കെലിറ്റൽ മസിൽസാണ്. അതായത് നമ്മുടെ അസ്ഥികളോട് ചേർന്നിരിക്കുന്ന മസിൽസാണ് കുറച്ചുകൂടെ മെറ്റബോളിക്കലി ആക്റ്റീവായിട്ടുള്ള ഓർഗൻ. നമ്മുടെ നാവും ഹൃദയവും ഒക്കെ തന്നെ പേശികളാണ്, അതിനെ ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള ഒരു ആരോഗ്യം ആഗ്രഹിക്കുന്ന ഒരാളെ സംബന്ധിച്ച് സ്കെലിറ്റൽ മസിൽസിൻ്റെയും കൊഴുപ്പിൻ്റെയും അനുപാതം ഒരു 2 to 2.5:1 ആണ്. അതായത് സ്ത്രീകളെ സംബന്ധിച്ച് മിനിമം 2 കിലോഗ്രാം സ്കെലിറ്റൽ മസിൽസിന് 1 കിലോഗ്രാം ഫാറ്റും, പുരുഷന്മാരെ സംബന്ധിച്ച് 2.5 കിലോഗ്രാം സ്കെലിറ്റൽ മസിൽസിന് 1 കിലോഗ്രാം ഫാറ്റും. ഞാൻ ഈ പറയുന്ന കണക്കൊന്നും തന്നെ വളരെയധികം പവർ ലിഫ്റ്റിങ്ങോ വെയ്റ്റ് ലിഫ്റ്റിങ്ങോ ബോഡി ബിൽഡിങ്ങോ അല്ലെങ്കിൽ വളരെ ഫോക്കസ്ഡ് ആയിട്ടുള്ള സ്പോർട്സ് ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ചിട്ടല്ല, ആരോഗ്യം ആഗ്രഹിക്കുന്ന ഒരാളെ സംബന്ധിച്ചിട്ടുള്ള നമുക്ക് വേണ്ട റെക്കമെൻഡഡ് ആയിട്ടുള്ള മസിൽ ഈസ്റ്റ് ഫാറ്റ് പ്രൊപ്പോർഷനാണ്. ഓവർ വെയ്റ്റ് ആയിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട വിഷയം അവരുടെ ശരീരത്തിൽ മസിൽസിൻ്റെ അളവ് കുറവും ഫാറ്റിൻ്റെ അളവ് കൂടുതലും. അണ്ടർ വെയ്റ്റ് ആയിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ച് അവരുടെ ശരീരത്തിൽ മസിൽസിൻ്റെ അളവും കുറവ്, ഫാറ്റിൻ്റെ അളവും വളരെ കുറവ്. അതുകൊണ്ടാണല്ലോ അവർ വളരെ മെലിഞ്ഞുണങ്ങിയിരിക്കുന്നത്. പക്ഷേ എന്താണ് ഈ സ്കിന്നി ഫാറ്റ് അല്ലെങ്കിൽ മെലിഞ്ഞ കൊഴുപ്പന്മാർ എന്താണ്? അവരെ സംബന്ധിച്ച് പേശികളുടെ അളവ് കുറവാണ്, എന്നാൽ അത്ഭുതമെന്ന് തോന്നട്ടെ അവരുടെ ശരീരത്തിൽ കൊഴുപ്പിൻ്റെ അളവ് കൂടുതലാണ്. അതായത് ഏതാണ്ട് മസിൽ ഈസ്റ്റ് ഫാറ്റിൻ്റെ പ്രപ്പോർഷൻ നോക്കിയാൽ അമിതവണ്ണമുള്ള ആൾക്കാരുടെ സമാനമായിട്ടുള്ള പ്രപ്പോർഷൻ അവർക്കുള്ളത്. ഇതിൻ്റെ ആരോഗ്യപരമായിട്ടുള്ള അപകട സൂചന എന്താണെന്ന് ചോദിച്ചാൽ ഇൻസുലിൻ റെസിസ്റ്റൻസ്, പ്രമേഹം, ഫാറ്റി ലിവർ ഡിസീസ്, അതുപോലെ എലിവേറ്റഡ് ആയിട്ടുള്ള ടോട്ടൽ കൊളസ്ട്രോൾ, എലിവേറ്റഡ് ആയിട്ടുള്ള ട്രൈഗ്ലിസറൈഡ്സ്, ഹാർട്ട് റിലേറ്റഡ് ഡിസീസസ്, ഹൈപ്പർ ടെൻഷൻ, രക്തസമ്മർദ്ദം തുടങ്ങിയിട്ടുള്ള എല്ലാ രോഗങ്ങളും വരാനായിട്ടുള്ള സാധ്യത സ്കിന്നി ഫാറ്റുള്ള ആൾക്കാർക്കും വളരെ കൂടുതലാണ്. ഈ മെലിഞ്ഞ കൊഴുപ്പന്മാർ എങ്ങനെ ഉണ്ടാകുന്നത്? പ്രധാനമായിട്ടും 3 രീതിയിലാണ് സ്കിന്നി ഫാറ്റ് ആൾക്കാരുണ്ടാകുന്നത്. ഒന്ന്, അവർ ചെറുപ്പത്തിലെ തന്നെ വളരെ മെലിഞ്ഞ ശരീരപ്രകൃതമുള്ള ആൾക്കാരായിരിക്കും. അതുകൊണ്ട് തന്നെ അവർക്ക് ഭക്ഷണം നന്നായിട്ട് കഴിക്കാനായിട്ടുള്ള നല്ല പ്രോത്സാഹനം കിട്ടും. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, പലരും പറയുന്നുണ്ട് ഇതെന്താ ഇങ്ങനെ കുട്ടി മെലിഞ്ഞിരിക്കുന്നത്, വല്ല ഭക്ഷണം വല്ലതും നന്നായിട്ട് കൊടുത്തൂടെ, അല്ലെങ്കിൽ നീ ഒന്നും കഴിക്കാറില്ലേ, നന്നായിട്ട് വല്ലതും കഴിക്കണം. മാത്രമല്ല മെലിഞ്ഞിരിക്കുന്നുണ്ട് പലപ്പോഴും വ്യായാമം ചെയ്യാനായിട്ട് വലിയ താല്പര്യം ഉണ്ടാകണമെന്നില്ല, കാരണം തടിയൊന്നും ഇല്ലല്ലോ, അമിതവണ്ണമൊന്നും ഇല്ലല്ലോ, പിന്നെ എന്തിനാണ് വ്യായാമം ചെയ്യുന്നത്? അപ്പോൾ അധികം സ്പോർട്ടി ആയിരിക്കില്ല. പൊതുവേ ജന്മനാൽ ശരീരപ്രകൃതം മെലിഞ്ഞിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ച് നന്നായിട്ട് ഭക്ഷണം കഴിക്കും. പലപ്പോഴും അവരുടെ ഭക്ഷണ രീതി നോക്കിയാൽ കൂടുതൽ കാർബോഹൈഡ്രേറ്റുകളും റിഫൈൻഡ് നമ്മളുടെ ട്രഡീഷണൽ ഫുഡുകളൊക്കെ തന്നെ ആയിരിക്കും കൂടുതലും കഴിക്കുന്നത്. പതുക്കെ അവരൊരു 30s 35 ഒക്കെ ആകുമ്പോൾ ചെറിയൊരു ഉണ്ണിക്കുടവേറൊക്കെ ആയിട്ട് മെലിഞ്ഞ ശരീരപ്രകൃതം തന്നെയാണ്, പക്ഷേ ശരീരത്തിൽ അമിതമായിട്ടുള്ള കൊഴുപ്പ് അടിഞ്ഞുകൂടുന്ന ശരീരപ്രകൃതം സ്കിന്നി ഫാറ്റിലോട്ട് അവർ മാറും. ഇനി രണ്ടാമത്തെ കാറ്റഗറി, അവർ ചെറുപ്പം മുതലേ കുറച്ച് ചബ്ബി ആയിരിക്കാം, പക്ഷേ മേ ബി ഒരു കോളേജ് ഡേയ്സൊക്കെ കഴിയുമ്പോൾ
അവർ ഭയങ്കര ഹെൽത്തിൽ ഭയങ്കര കോൺഷ്യസ് ആവും. ഇപ്പോൾ ഈ സമയത്ത് അവർ ചെയ്യുന്നത് വളരെ നല്ല ഒരു ഹെൽത്തിലൊരു ട്രാൻസ്ഫോർമേഷൻ നടത്താൻ തീരുമാനിക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് മിക്കവാറും സംഭവിക്കുന്ന നല്ലൊരു റാഡിക്കലായിട്ടൊരു ഡയറ്ററി ചേഞ്ചിന് അവരൊക്കെ തയ്യാറാവും. കാരണം നല്ല വിൽ പവർ ഉള്ള ആൾക്കാരായിരിക്കും. കാര്യമായിട്ടുള്ള ഒരു മസിൽ ഫോക്കസ്ഡ് ആയിട്ടുള്ള എക്സസൈസോ അല്ലെങ്കിൽ വെയ്റ്റ് ലിഫ്റ്റിങ്ങോ പ്രോഗ്രസീവായിട്ടുള്ള ഓവർലോഡിങ്ങോ ആയിട്ടുള്ള സ്ട്രെങ്ത് എക്സസൈസോ ഒന്നും ഉണ്ടാവില്ല. അവരുടെ ഒറ്റ ഫോക്കസ് എങ്ങനെയെങ്കിലും ശരീരഭാരം കുറയ്ക്കുക എന്നുള്ളതായിരിക്കും. അവരത് സാധിക്കുന്നുണ്ടാവും, അവർ വളരെ സന്തോഷവാന്മാരുമായിരിക്കും. പക്ഷേ പലപ്പോഴും ഇവരിൽ സംഭവിക്കുന്നത് നിലവിലുള്ള പേശികളുടെ ഭാരം കുറയുന്നതിൽ കൂടെ ആയിരിക്കും കൂടുതലും അവരുടെ ശരീരഭാരം കുറയുന്നത്. അപ്പോൾ സംഭവിക്കുന്നത് അവരുടെ പേശികൾക്കും കൊഴുപ്പും തമ്മിലുള്ള അനുപാതം കുറഞ്ഞ് അവർ സ്കിന്നി ഫാറ്റായിട്ട് മാറും. അവരുടെ ശരീരഭാരം കുറഞ്ഞു, അത് ശരിയാണ്, അത് നേടിയെടുത്തു കഴിഞ്ഞു. പക്ഷേ അവർ മെലിഞ്ഞ കൊഴുപ്പന്മാരായി മാറും. ഇനി മൂന്നാമത്തെ കാറ്റഗറി, അവർ ഒരു മോഡറേറ്റ് ബോഡി ടൈപ്പ് ആയിരിക്കും. അവർ വളരെ ഹെൽത്തിൽ കോൺഷ്യസും ആയിരിക്കും. അതുകൊണ്ട് തന്നെ അവർ വളരെ ശ്രദ്ധിച്ചിട്ടായിരിക്കും പല കാര്യങ്ങളും ജീവിതത്തിൽ ചെയ്യുന്നത്. ഭക്ഷണമായിക്കോട്ടെ, മിക്ക ആൾക്കാരും ഒരു ലോ ഇൻറ്റൻസിറ്റി മോഡറേറ്റ് ആയിട്ടുള്ള എക്സസൈസുകൾക്ക് വളരെ പാഷനുള്ള ആൾക്കാരായിരിക്കും. പലപ്പോഴും വളരെ ദൂരം നടക്കാൻ പോകും, അല്ലെങ്കിൽ യോഗ പോലെയുള്ള ലോ ഇൻറ്റൻസിറ്റി എക്സസൈസുകൾ ചെയ്യും. പലപ്പോഴും സംഭവിക്കുന്നത് അവരുടെ ശരീരപ്രകൃതം അതുപോലെ തന്നെ ആയിരിക്കും നിൽക്കുന്നത്. നിങ്ങൾ പലരും പറയുന്നത് കേട്ടിട്ടുണ്ടാവും, എത്ര വർഷമായിട്ടും പുള്ളി അതുപോലെ തന്നെ ഇരിക്കുന്നു അല്ലേ, 10-15-20 വർഷം കാണുന്ന പോലെ തന്നെയുണ്ട്. ശരീരഭാരത്തിൽ 1 കിലോ അങ്ങോട്ടോ 1 കിലോ ഇങ്ങോട്ടോ ഒരു കുറവുമില്ല. പക്ഷേ പലപ്പോഴും ഇവരുടെ ബോഡി കോമ്പോസിഷൻ നോക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് അവരുടെ ശരീരത്തിൽ സ്കെൽട്ടൽ മസിൽസിൻ്റെ അനുപാതം കുറവും കൊഴുപ്പിൻ്റെ അളവ് കൂടുതലും, പക്ഷേ കാണാൻ മെലിഞ്ഞിരിക്കുന്ന ആൾക്കാർ. ഇങ്ങനെയാണ് മെലിഞ്ഞ കൊഴുപ്പന്മാർ, സ്കിന്നി ഫാറ്റ് നമ്മുടെ സമൂഹത്തിലുണ്ടാകുന്നത്. പൊതുവായി സ്കിന്നി ഫാറ്റ് ഉണ്ടാകാനായിട്ടുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്താണെന്ന് നോക്കാം. ഇതിൽ വളരെ പ്രാധാന്യത്തോടെ മെഡിക്കൽ സിഗ്നിഫിക്കൻസോടെ കൺസിഡർ ചെയ്യേണ്ട ചില കാരണങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ കാരണം ആ വ്യക്തിയുടെ ഗട്ടിൻ്റെയും ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൻ്റെയും പെർഫോമൻസാണ്. അതായത് നമ്മൾ ഭക്ഷണം കഴിക്കുന്നുണ്ടാവും, പക്ഷേ കഴിക്കുന്ന ഭക്ഷണം അത് വേണ്ട രീതിയിൽ ഡൈജസ്റ്റ് ചെയ്യാനും അസിമിലേറ്റ് ചെയ്യാനും സ്വാംശീകരിക്കാനും നമ്മുടെ ദഹനവ്യൂഹത്തിന് ഒരു കപ്പാസിറ്റി ഇല്ലെങ്കിലോ, ഒരു പക്ഷേ ആ വ്യക്തിയുടെ ഡൈജസ്റ്റീവ് എൻസൈംസ്, ഹൈഡ്രോക്ലോറിക് ആസിഡ്, അതുപോലെ ലിവർ എൻസൈംസ്, പാൻക്രിയാസിൽ നിന്ന് വരുന്ന എൻസൈംസ് വേണ്ട രീതിയിൽ വേണ്ട അളവിൽ വേണ്ട കാര്യക്ഷമതയോടെ പ്രവർത്തിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ ആ വ്യക്തിയുടെ ദഹനവ്യൂഹത്തിലുള്ള ഗട്ട് മൈക്രോബയോം, സൂക്ഷ്മജീവികളുടെ വ്യവസ്ഥയും വേണ്ടത്ര സപ്പോർട്ടീവ് അല്ല എന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ കാര്യമായ രീതിയിലൊരു പോഷകക്കുറവുണ്ടാവും. അല്ലെങ്കിൽ ഒരുപക്ഷെ കുറച്ച് ഗൗരവമുള്ള മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ, അതായത് രോഗസംബന്ധമായ വീഴ്ച, ഉദാഹരണത്തിന് ഗ്യാസ്ട്രോ ഈസോഫാജൽ റിഫ്ലക്സ് ഡിസീസ് ഉണ്ടെങ്കിൽ, ആ ഡൈജസ്റ്റീവ് ഇഷ്യൂ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് മെലിച്ചിലിന് കാരണമാകും. അതുപോലെ തന്നെ ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം, അൾസറേറ്റീവ് കോളൈറ്റിസ്, ക്രോൺസ് ഡിസീസ്, മാൽ അബ്സോർപ്ഷൻ സിൻഡ്രോം, അല്ലെങ്കിൽ ഗൗരവമുള്ള ലിവർ ഡിസ്ഫങ്ഷൻസ്, വേം ഇൻഫെസ്റ്റേഷൻസ്, വേംസിൻ്റെ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ, അപ്പോൾ ഇത്തരത്തിലുള്ള ഗട്ട് ആൻഡ് ഡൈജസ്റ്റീവ് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത് കണ്ടുപിടിച്ചില്ല എന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ഞാൻ ഈ പറഞ്ഞ പ്രശ്നത്തെ നമുക്ക് സമീപിക്കാൻ കഴിയില്ല. ഇനി രണ്ടാമത്തെ പ്രധാനപ്പെട്ട വിഷയം പോഷകക്കുറവ് തന്നെയാണ്. ഇതൊരു വളരെ വ്യാപകമായ അല്ലെങ്കിൽ സാർവത്രികമായിട്ട് ഞാൻ കാണുന്ന ഒന്നാണ്. നമ്മളുടെ ട്രഡീഷണൽ ഡയറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് ഇസ് റിച്ച് ഇൻ കാർബോഹൈഡ്രേറ്റ്. അതുകൊണ്ട് തന്നെ പലപ്പോഴും മെലിഞ്ഞിരിക്കുന്ന ആൾക്കാർ ഏറ്റവും കൂടുതൽ കഴിക്കുന്നത് അന്നജവും ചിലപ്പോൾ മോശമായിട്ടുള്ള കൊഴുപ്പുകളായിരിക്കാം. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ആവശ്യമായിട്ടുള്ള അളവിൽ പ്രോട്ടീൻ, അതൊരു കിലോഗ്രാമിന് 1.6 to 2.2 ഗ്രാം നമ്മുടെ ഫിസിക്കൽ ആക്ടിവിറ്റിക്ക് അനുസരിച്ച് അത്രയും കഴിക്കുന്നുണ്ടോ, ആവശ്യത്തിന് വൈറ്റമിൻസ് ഉണ്ടോ, മിനറൽസ് ഉണ്ടോ, ഇത് ഒരു ഗൗരവമുള്ള പോഷകക്കുറവുള്ള ആളാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വിഷയം പരിഹരിക്കാതെ ഒരിക്കലും ബോഡി കോമ്പോസിഷൻ കറക്റ്റ് ചെയ്യാനോ സ്കിന്നി ഫാറ്റ് കറക്റ്റ് ചെയ്യാനോ നമുക്ക് കഴിയാറില്ല. സ്കിന്നി ഫാറ്റിലോട്ട് എത്തിക്കുന്ന മറ്റു പ്രധാനപ്പെട്ട ഒരു കാരണം ഹോർമോണൽ ഇഷ്യൂസാണ്. നമ്മുടെ ശരീരത്തിൻ്റെ മെറ്റബോളിസത്തെ നിയന്ത്രിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഹോർമോണാണ് തൈറോയ്ഡ് ഫങ്ഷൻസ്. ഒരു പക്ഷേ ഹൈപ്പോ തൈറോയിഡിസത്തിലും ഹൈപ്പർ തൈറോയിഡിസത്തിലും സ്കിന്നി ഫാറ്റ് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കണ്ടീഷനാണ്, അത്ര കോമൺ അല്ലെങ്കിലും, ടൈപ്പ് 1 ഡയബറ്റീസ്. അതുപോലെ തന്നെ PCOD റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടീഷൻസിലും വളരെ ലീനായിട്ടും സ്കിന്നി ഫാറ്റുമായിട്ടുള്ള പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കും ഇതുപോലത്തെ സ്കിന്നി ഫാറ്റ് ഉണ്ടാവാം. അപ്പോൾ ഹോർമോൺ റിലേറ്റഡ് ഇഷ്യൂസ് ഉണ്ടോ നോക്കണം. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം നമ്മുടെ ജനറ്റിക് ആയിട്ടുള്ള ഒരു നേച്ചറാണ്. ചില വ്യക്തികളെ സംബന്ധിച്ച് അവരുടെ ബേസിക് മെറ്റബോളിക് റേറ്റ്, അതായത് നമ്മളുടെ ശരീരത്തിന് പ്രവർത്തിക്കാൻ വേണ്ട അടിസ്ഥാനപരമായിട്ടുള്ള ഊർജ്ജത്തിൻ്റെ റിക്വയർമെൻറ്റ് അത് വളരെ ഹൈ ആയിരിക്കും. വളരെ ഉയർന്ന കാലറി ഉണ്ടെങ്കിൽ മാത്രമേ അവരുടെ ശരീരം പ്രവർത്തിക്കുകയുള്ളൂ. വളരെ ചെറിയ ശതമാനം ആൾക്കാർക്കാണ്.
അപ്പോൾ അത്രയും ഹൈ BMR മീറ്റ് ചെയ്യുന്ന രീതിയിലുള്ളൊരു ഭക്ഷണക്രമം ഇല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് എപ്പോഴും ശരീരം മെലിഞ്ഞിരിക്കാനുള്ള ശരീരപ്രകൃതം ഉണ്ടാവും. മറ്റൊന്ന് സ്ട്രെസ്സാണ്. അമിത സമ്മർദ്ദമുള്ള ഒരാളെ സംബന്ധിച്ച് തീർച്ചയായിട്ടും അവർക്ക് ചിലപ്പോൾ ആങ്സൈറ്റി ഉണ്ടാവാം, ചിലപ്പോൾ ഡിപ്രഷൻ ഉണ്ടാവാം. അതുകൊണ്ട് തന്നെ ഭക്ഷണത്തിനോടുള്ളൊരു അവേർഷൻ ഉണ്ടാവും, ഒരു അനറക്സിയ ഉണ്ടാവാം. പലപ്പോഴും ഫിസിക്കൽ ആക്ടിവിറ്റിക്കോ അതുപോലത്തെ സ്പോർട്സിനോ ഗെയിംസിനോ ഒക്കെ തന്നെ ഒരു ലേസിനെസ്, ഒരു ഡൾനെസ്, ലെഥാർജി ഉണ്ടാവാം. ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അമിത സമ്മർദ്ദം മൂലമുണ്ടാകുന്ന കോർട്ടിസോളും അതുപോലെ തന്നെ മറ്റ് അഡ്രിനലിൻ പോലുള്ള ഹോർമോൺസിൻ്റെ ഇമ്പാക്റ്റാണ്. മറ്റൊന്ന് മോശമായ ഉറക്കമാണ്. എല്ലാവർക്കും അറിയാവുന്ന പോലെ ഉറക്കം നമ്മുടെ ശരീരത്തിൻ്റെ മെൻ്റൽ ആൻഡ് ഇമോഷണൽ ഹെൽത്തിന്, നമ്മുടെ ശരീരത്തിൻ്റെ ഹെൽത്തിനെ റീസ്റ്റോർ ചെയ്യുന്നതിന്, അതുപോലെ തന്നെ നമ്മുടെ ഹോർമോൺ ബാലൻസിനൊക്കെ അഫക്റ്റ് ചെയ്യുന്ന ഒന്നാണ്. അപ്പോൾ ഇത്തരത്തിൽ ഞാനീ പറഞ്ഞ കാരണങ്ങൾ മൂലമാണ് ശരീരത്തിലെ പേശികൾ കുറയാനും കൊഴുപ്പുകൾ കൂടാനും കാരണമാകുന്നു എന്നുണ്ടെങ്കിൽ ഇത് കണ്ടെത്താതെ ഒരിക്കലും സ്കിന്നി ഫാറ്റിനെ നമുക്ക് സയൻറ്റിഫിക്കലി അഡ്രസ്സ് ചെയ്യാനോ സോൾവ് ചെയ്യാനോ കഴിയാറില്ല. മെലിഞ്ഞ കൊഴുപ്പന്മാർക്കുള്ള ശാസ്ത്രീയമായ സൊല്യൂഷൻ പ്ലാൻ, ഒരു സ്കിന്നി ഫാറ്റ് പ്രോബ്ലത്തിനെ എങ്ങനെ സയൻറ്റിഫിക്കായിട്ട് അഡ്രസ്സ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. സ്റ്റെപ്പ് നമ്പർ 1, ഞാൻ നേരത്തെ പറഞ്ഞ എന്തെങ്കിലും തരത്തിലുള്ള അടിസ്ഥാന കാരണങ്ങളുണ്ടെങ്കിൽ അത് ഡൈജസ്റ്റീവ് ഇഷ്യൂസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഹോർമോണൽ ഇഷ്യൂസ് ആയിരിക്കാം, അല്ലെങ്കിൽ ജനറ്റിക് റിലേറ്റഡ് ഫാക്ടേഴ്സ് ആയിരിക്കാം, ഇതുമല്ലെങ്കിൽ എന്തെങ്കിലും ഹിഡൻ ആയിട്ടുള്ള ഇൻഫെക്ഷൻസ് ആണെന്നുണ്ടെങ്കിൽ ഒരു പ്രൈമറി കോസ് എന്താണെന്ന് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് സ്റ്റെപ്പ് നമ്പർ 1. പക്ഷേ ഒരു വളരെ ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു ക്ലിനീഷ്യനോ ഫിസിഷ്യനോ ഒരു ഫങ്ഷണൽ മെഡിസിൻ പ്രാക്ടീഷണർക്കോ ഇത് സാധിച്ചേക്കാം. ഇതായിരിക്കണം ഏതൊരു സ്കിന്നി ഫാറ്റ് സൊല്യൂഷൻ്റെയും സ്റ്റെപ്പ് നമ്പർ 1. രണ്ടാമത്തെ സ്റ്റെപ്പ് ഇപ്പോൾ നിങ്ങൾ എവിടെ നിൽക്കുന്നു എന്നുള്ളതാണ്. അതായത് നമ്മൾ സാധാരണ ക്രിക്കറ്റ് കളിക്കുമ്പോൾ ചോദിക്കാറുണ്ട് സ്കോർ എത്രയായി എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ ശരീരഘടന എവിടെയാണ്, എങ്ങനെയാണ് എന്ന് കണ്ടെത്തുന്നതിൽ വേണം രണ്ടാമത്തെ സ്റ്റെപ്പ് തുടങ്ങാൻ. ഞങ്ങൾ ഹാർമണിയിൽ ഇവിടെ ചെയ്യുന്നത് സാധാരണ ഞങ്ങളുടെ ക്ലിനിക്കിൽ വരുന്ന ഏതൊരു ക്ലയൻറ്റിനോടും നമ്മൾ ആദ്യം ആവശ്യപ്പെടുന്ന പല പ്രധാനപ്പെട്ട ഘടകങ്ങളിൽ ഒന്ന് അവരുടെ ഒരു ബോഡി കോമ്പോസിഷൻ അസസ്മെൻറ്റാണ്. സോ ശരീരത്തിൽ എത്ര പേശികളുണ്ട്, ആ പേശികൾ എവിടെയൊക്കെയാണ്, അതിൻ്റെ ഒരു സെഗ്മെൻ്റൽ അനാലിസിസ്, ശരീരത്തിൽ കൊഴുപ്പ് എവിടെയൊക്കെയുണ്ട് അതിൻ്റെ ഒരു സെഗ്മെൻ്റൽ അനാലിസിസ്, അതുപോലെ തന്നെ അവരുടെ ഗ്രിപ്പ് സ്ട്രെങ്ത്, അവരുടെ ശരീരത്തിലെ പേശികളുടെ ശക്തി എത്രത്തോളമുണ്ട്, അതുപോലെ തന്നെ അവരുടെ ഫിസിക്കൽ അസസ്മെൻറ്റ്, പലതരത്തിലുള്ള ഫിസിക്കൽ ടാസ്കുകൾ ചെയ്യാനായിട്ടുള്ള അവരുടെ കപ്പാസിറ്റി എങ്ങനെയുണ്ട്, ഇത്തരത്തിലൊരു ബേസിക് അസസ്മെൻറ്റിൽ നിന്ന് വേണം തുടങ്ങാൻ. അപ്പോൾ മാത്രമേ നമുക്ക് ശാസ്ത്രീയമായിട്ട് ഇതിനെ നമുക്ക് സമീപിക്കാൻ സാധിക്കൂ. സ്റ്റെപ്പ് നമ്പർ 3, സ്റ്റാർട്ട് ലിഫ്റ്റിംഗ് വെയ്റ്റ്സ്. നമ്മുടെ ശരീരത്തിൻ്റെ ഇപ്പോഴത്തെ ശരീരഘടന എന്താണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം ഇനി നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് നമ്മുടെ ശരീരത്തിലെ പേശികൾ വർദ്ധിപ്പിക്കുക എന്നുള്ളത് തന്നെ. നല്ലൊരു പേഴ്സണൽ ട്രെയിനറുടെ സഹായത്തോടു കൂടിയോ അല്ലെങ്കിൽ നല്ലൊരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളൊരു ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ സപ്പോർട്ടോടു കൂടിയോ, അതല്ലെങ്കിൽ ഇത്തരത്തിൽ എക്സസൈസുകൾ ചെയ്യുന്ന സാഹചര്യങ്ങളൊന്ന് മനസ്സിലാക്കി ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള സയൻറ്റിഫിക് ആയിട്ടുള്ള മസിൽ ഫോക്കസ്ഡ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ട്രെയിനിങ് തുടങ്ങുക എന്നുള്ളതാണ്. കോമ്പൗണ്ടഡ് ആയിട്ടുള്ള മസിൽ മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ജോയിൻറ്റ് മൂവ്മെൻറ്റിൽ പല ശരീരത്തിലെ പല അവയവങ്ങളെയും പല പേശികളെയും ഒരേ സമയത്ത് ഇൻകോപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന മൂവ്മെൻറ്റുകളായിരിക്കും. ഉദാഹരണത്തിന് അതൊരു സ്ക്വാട്ടിംഗ് ആയിരിക്കാം, ബെഞ്ച് പ്രസ് ആയിരിക്കാം, ഡെഡ് ലിഫ്റ്റ് ആയിരിക്കാം, തുടങ്ങിയിട്ടുള്ള പല എക്സസൈസുകളെല്ലാം കൂടെ കൂടിച്ചേർന്ന രീതിയിൽ മസിൽസിൻ്റെ സ്ട്രെങ്ത്തും മസിൽസിൻ്റെ മാസും വലുപ്പവും ബിൽഡ് ചെയ്യാവുന്ന രീതിയിലുള്ള എക്സസൈസുകൾ തുടങ്ങാമെന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഇവിടെ തുടരേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. എക്സസൈസ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ മസിൽസ് ടു ഫാറ്റിൻ്റെ ട്രാക്കിംഗ് നടത്തേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. നാലാമത്തെ പ്രധാനപ്പെട്ട ഒരു സ്റ്റെപ്പ് കാർഡിയോ എക്സസൈസുകൾ കുറയ്ക്കുക എന്നുള്ളതാണ്. ഒഴിവാക്കുക എന്നല്ല പറഞ്ഞത്, കുറയ്ക്കുക എന്നുള്ളതാണ്. ഞാനിത് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം പല ആൾക്കാരും ഒരുപാട് സമയം മാറ്റിവെക്കുന്നത് കിലോമീറ്ററോളം നടക്കുക അല്ലെങ്കിൽ ട്രെഡ്മില്ലിൽ വളരെ ലോ ഇൻറ്റൻസിറ്റിയിൽ മാത്രം ഒരു അരമണിക്കൂർ 3/4 മണിക്കൂർ വിയർക്കുക എന്നതിലോട്ട് ചുരുങ്ങി പോകാറുണ്ട്. കാർഡിയോ എക്സസൈസ് ഒഴിവാക്കണമെന്ന് ഞാൻ പറഞ്ഞില്ല, പക്ഷേ ഇവിടെ നമ്മുടെ പ്രൈമറി ഫോക്കസ് ഷുഡ് ബി ഓൺ മസിൽ സ്ട്രെങ്തനിങ് ആൻഡ് മസിൽ മാസ് ബിൽഡിംഗ്. ആഴ്ചയിൽ 2-3 ദിവസം ഒരു 30 to 45 മിനിറ്റ്സിൻ്റെ ഒരു ലോ ഇൻറ്റൻസിറ്റി കാർഡിയോ എക്സസൈസ് മാത്രമായിട്ട് പരിമിതപ്പെടുത്തുക എന്നുള്ളതാണ്. അഞ്ചാമത്തെയും ഏറ്റവും പ്രധാനപ്പെട്ട സൊല്യൂഷൻ പ്ലാൻ ഒന്ന് നിങ്ങളുടെ ഡയറ്റിനെ ക്രമീകരിക്കുക എന്നുള്ളതാണ്. ഏറ്റവും കൂടുതൽ ഇവിടെ പ്രാധാന്യം കൊടുക്കേണ്ടത് 2 പോഷക വസ്തുക്കൾക്കാണ്. ഒന്ന് പ്രോട്ടീൻ. എക്സസൈസിൻ്റെ ഇൻറ്റൻസിറ്റിയും നിങ്ങളുടെ ഇൻവോൾവ്മെൻറ്റും വർദ്ധിക്കുന്ന അനുസരിച്ചിട്ട് 1.6 to 2.2 gram per kilogram നല്ല ഹൈ ക്വാളിറ്റി പ്രോട്ടീൻ, ക്വാളിറ്റിയിലും ക്വാണ്ടിറ്റിയിലും. അതുപോലെ ഒരു ദിവസം കഴിക്കുന്ന പ്രോട്ടീൻ്റെ സ്പ്രെഡ് എന്ന് പറഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചിനും ഡിന്നറിനും ഒക്കെ സ്പ്രെഡ് ചെയ്ത് അഡ്വക്കേറ്റ് ആയിട്ടുള്ള പ്രോട്ടീൻ ഇൻടേക്ക് ഉണ്ടാവുക. അതിനോടൊപ്പം
ഇഷ്ടംപോലെ വെജിറ്റബിൾസും ലീവ്സും പരിമിതമായ അളവിൽ ഫ്രൂട്ട്സും കൊണ്ട് ഇഷ്ടംപോലെ ഫൈബറും വൈറ്റമിൻസും മിനറൽസും എൻഷുർ ചെയ്യാനുള്ള കാർബോഹൈഡ്രേറ്റ് കട്ട് ചെയ്യണം എന്നല്ല പറഞ്ഞത്, പക്ഷേ നല്ല ഹെൽത്തി ആയിട്ടുള്ള റിഫൈൻഡ് ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ് ഒഴിവാക്കി ഹെൽത്തി ആയിട്ടുള്ള അൺറിഫൈൻഡ് ആണ് തവിട് കളയാത്ത ധാന്യങ്ങൾ വളരെ ലിമിറ്റഡായിട്ട് ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ഭക്ഷണക്രമം ഇതിന് സപ്പോർട്ടീവ് ആവണം. അപ്പോൾ ഇത്തരത്തിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മസിൽ ഈസ് ടു ഫാറ്റ് പ്രൊപ്പോർഷനെ കറക്റ്റ് ചെയ്യുന്നതനുസരിച്ച് നമ്മളിതിനെ വിളിക്കുന്നത് വേണമെങ്കിൽ റീകോമ്പോസിഷൻ, ബോഡി റീകോമ്പോസിഷൻ എന്ന് വേണമെങ്കിൽ പറയാം. ശരീരത്തിലെ മസിൽ ഈസ് ടു ഫാറ്റിൻ്റെ അളവിനെ ക്രമീകരിക്കുന്ന രീതിയിലുള്ള ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടുള്ളൊരു മൂവ്മെൻറ്റ് വേണം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ. ഇവിടെ ചുരുങ്ങിയ സമയം കൊണ്ട് ചെയ്യുന്നതിനേക്കാൾ ഏറ്റവും കൂടുതൽ നല്ലത് സസ്റ്റൈനബിളായിട്ട് കൂടുതൽ സമയമെടുത്ത് ചെയ്യുന്നതാണ് നല്ലത്. പലപ്പോഴും ബോഡി കോമ്പോസിഷൻ ചെയ്യുന്ന സമയത്ത് പല സന്ദർഭങ്ങളിലും ശരീരത്തിലെ ഭാരം, മസിൽസ്, ഫാറ്റ് ഇവ ക്രമത്തിൽ രേഖപ്പെടുത്തിയാൽ തുടക്കത്തിൽ ഒരുപക്ഷെ നിങ്ങളുടെ മെലിഞ്ഞിരിക്കുന്ന ശരീരപ്രകൃത ആൾക്കാരുടെ പോലും പലപ്പോഴും നിങ്ങളുടെ ഈ ഡയമെൻഷൻ കാണുന്നത് സി ടൈപ്പാണ്. സി എന്ന് പറഞ്ഞാൽ കോഷൻ എന്നാണ്. അവിടെ നിന്ന് ഐയിലോട്ടും, അതായത് ഐഡിയലിലോട്ടും, പിന്നീട് എത്തിച്ചേരേണ്ട സ്ഥലം ഡി എന്ന് പറഞ്ഞ ഡയമെൻഷനിലോട്ടാണ്, അതായത് ഡെവലപ്ഡ് എന്നൊരു ഡയമെൻഷനിലോട്ടാണ്. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും സ്കിന്നി ഫാറ്റ് എന്ന് പറയുന്ന വിഷയത്തെ അടിസ്ഥാന കാരണങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി സിസ്റ്റമാറ്റിക്കായിട്ട് അഡ്രസ്സ് ചെയ്യാൻ സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു ട്രാൻസ്ഫോർമേഷൻ നമുക്ക് നടത്തിയെടുക്കാവുന്നതേ ഉള്ളൂ.